അപ്പോൾ ഇത് നമ്മുടെ ഗോൾഡൻ പപ്പായ കണ്ടല്ലോ അല്ലേ, പലരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു 3 മാസം കൊണ്ട് നമ്മുടെ PRSൻ്റെ കൂട്ടുവളം ഇട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതിന് ഇത്രയും ഒരു വളർച്ച. അതുപോലെ ഇത് പറിക്കാറായിട്ടുള്ള രീതിയിൽ അടി തൊട്ട് മുകളിൽ വരെ എന്നുള്ള രീതിയിൽ ഇതുണ്ടായിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ PRS വളം ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ PRSൻ്റെ സ്പെഷ്യൽ വളത്തിനെ പറ്റി പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ആ വളം പ്രയോഗിച്ചത് മൂലം നമ്മളുടെ വീട്ടിലുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം സാധാരണ പപ്പായത് ഇത് റെഡ് ലേഡി പപ്പായ, ഇത് അത്ര ഇതൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ അതിലുണ്ടായി വലിയ വലിയ പപ്പായകളാണ് അതിലുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ സാധാരണ ഇങ്ങനെ പച്ച പപ്പായ അല്ലേ, ഇനി അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ പപ്പായ നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ PRS സ്പെഷ്യൽ വളം ഇട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഇത് ഗോൾഡൻ പപ്പായ ആണ്. അപ്പോൾ ഇത് പലരുടെ അടുത്തും ഉണ്ടാവുന്നതാവാം, പക്ഷെ ഇത് നമ്മൾക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് അധികം ആയിട്ടില്ല. ഇത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇത് കയറി കഴിഞ്ഞാൽ ഒരു 4 മാസം. ഈ 4 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു വളർച്ച, ഒരു കുഞ്ഞൻ ചെടിയായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അതിൻ്റെ ഒരു വളർച്ചയും അതുപോലെ പപ്പായ ധാരാളമായിട്ട്, കുറച്ചൊന്നല്ല ധാരാളം പപ്പായ ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഏത് കൊച്ചുകുട്ടിക്ക് പോലും പറിക്കാൻ പറ്റുന്ന രീതിയിൽ ചുവട്ടിൽ മുതൽ മേലെ വരതെ മേലെയൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ ഇത്രയും വലുപ്പത്തിൽ നമുക്ക് പറിക്കാൻ പറ്റുന്ന പപ്പായ ഉണ്ടാവാനായിട്ട് നമ്മുടെ PRS വളം മാത്രമാണ് നമ്മൾ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളം എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഇതിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. ഇതേ നമ്മുടെ പ്ലാവ് 6 മാസമായിട്ടേ ഉള്ളൂ, പക്ഷെ കണ്ടു ഇതിൽ ഇപ്പോഴേ ചക്ക ഉണ്ടായിട്ട്, ഒരു ചക്കയൊന്നുമല്ല ധാരാളം ചക്കകൾ മേലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വളം മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാം കേട്ടോ, ഇതുപോലെ ചക്ക ഉണ്ടായിട്ട് ഇങ്ങനെ പോണ് കൊണ്ടുപോകും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആവണ സമയത്ത് ഇങ്ങനെ ഒരിക്കലും വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡോളോമേറ്റ് തന്നെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡോളോമേറ്റ് ഇത് ഒഴിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മുടെ ചക്ക ഇതുപോലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒന്നാണ് ഡോളോമേറ്റ്. അപ്പോൾ ഇതിന് ശരിയായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇത്ര ദൂരം എന്ന് പറഞ്ഞാൽ നമുക്കിത് 1, 2, 3 ഒരു 3 ചാണ് അകലെ വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മണ്ണ് മാറ്റിയിട്ട് ആദ്യം നമ്മൾ ഈ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു പ്ലാവിന്, അതായത് ഇതിപ്പോൾ അത്ര വലിയ പ്ലാവല്ല, ഇത് 6 മാസം ആയിട്ടേ ഉള്ളൂ ഈ പ്ലാവിന്. കണ്ടു 6 മാസം ആകുമ്പോഴത്തേനും കണ്ടു ഇവിടെയൊക്കെ ചക്ക ഉണ്ട്, അവിടെ നിറയെ ചക്ക ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 6 മാസം പ്രായമായിട്ടുള്ള ഈ ഒരു പ്ലാവിന് നമുക്ക് 1 പിടി ഡോളോമേറ്റ് പാടുള്ളൂ കേട്ടോ. വലിയ പ്ലാവാണെന്നുണ്ടെങ്കിൽ 2 പിടി ഇട്ട് കൊടുക്കാം. ഇതിന് ഒരേ 1 പിടിയാണ് പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് PRSൻ്റെ കൂട്ടുവളം വാങ്ങണ സമയത്ത് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോളോമേറ്റ് ഉണ്ടാവും. ഇതേപോലെ ഡോളോ എന്ന് എഴുതിയിട്ടുള്ള ഒരു പാക്കറ്റ് കിട്ടും. ആദ്യം തന്നെ നിങ്ങൾ ഇത് എടുത്ത് അത് പൊട്ടിച്ച് ഇതിനാദ്യം ഇട്ട് കൊടുക്കണം. ഇതിന് ആദ്യം ഇതിട്ട് കൊടുത്ത് 3 ദിവസത്തിന് ശേഷം മാത്രമാണ് വളപ്രയോഗം നടത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കണേ എന്നുള്ളത് പറയാം. നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചക്കയൊക്കെ ഇതേപോലെ കറുത്ത നിറത്തിൽ വാടിപ്പോവും. ഇനിയിപ്പോൾ സപ്പോസ് ഉണ്ടായി കഴിഞ്ഞാലും അത് കട്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കേടായിട്ട് പോകാൻ പലരും ഇത് പറയുന്നുണ്ട്. ഉള്ളിൽ കരിമ്പൻ പോലെ കുത്തുകൾ അല്ലെങ്കിൽ കറുത്ത കളറിലിരിക്കുന്നു, ചക്ക കഴിക്കാൻ പറ്റുന്നില്ല. അത് ഡോളോമേറ്റിൻ്റെ കുറവാണ്. അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഡോളോമേറ്റ് ഇടണേ എന്നുള്ളത് നോക്കാം. ഇതാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ചോട്ടിന്ന് ഒരു 3-4 ചാണ അകലെ നമ്മളൊരു ചെറിയൊരു തട എടുത്തിട്ട് വേണം ഇടാനായിട്ടെന്ന് അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ 3-4 ചാണ അകലെ നമ്മളിത് ഫുള്ളും ഇതിന് തട എടുക്കുകയാണ് ചെയ്യണം. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും തട എടുത്തു. അതിന് ശേഷം ഇതിന് നനവുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം. നനഞ്ഞ മണ്ണിലാണ് ഇത് ഇടാൻ പാടുള്ളൂ. ഇപ്പം മഴ പെയ്തിട്ട് നല്ല നനവുണ്ട്.
അതുകൊണ്ട് മാത്രം ഞാൻ നനച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളിത് നനയ്ക്കണം. ഇതിപ്പോൾ 6 മാസം പ്രായമായിട്ടുള്ള പ്ലാവാണ്. 3 മാസം മുമ്പ് നമ്മൾ ഇതിനൊരു വളപ്രയോഗം നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇതിനിപ്പോൾ ചക്ക പൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ 1 പിടിയാണ് ഡോളോമേറ്റ് ഇടുന്നത്. വലിയ പ്ലാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് 2 പിടിയോളം ഡോളോമേറ്റ് ഇടണം. അപ്പോൾ ഇതേ 1 പിടി ഡോളോമേറ്റ് ഇട്ടു. ഇനി ഇത് മണ്ണ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നനച്ചു കൊടുക്കുന്നില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാവിനെ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഇന്ന് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ എല്ലാ ഇതും നന്നായിട്ട് ഇതിൽ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ആട്ടുംകാഷ്ടവും കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ റോക്ക് ഫോസ്ഫേറ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഈ ബോറോണും എപ്സം സോൾട്ടും നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടില്ല. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്താണ് മിക്സ് ചെയ്യേണ്ടത്. കാരണം ഓരോ പ്ലാവിൻ്റെ അല്ലെങ്കിൽ ഓരോ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം ഇതിൽ മാറ്റം വരാം. ഈ കൂട്ടുവളമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 വർഷമൊക്കെ വരെ പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് 2 കിലോ മതി. വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ 4 കിലോ ഇടാം. അപ്പോൾ ഇതിൻ്റെ അളവിലും അതുപോലെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട. ഇതൊരു 2 കിലോ വെച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ശരിയായ അളവ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡോളോമേറ്റ് ഇട്ട അതിൻ്റെ മേലെ കൂടെ തന്നെ നമ്മൾ ഇതിന് ചുറ്റും അങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വളം ഉണ്ടല്ലോ, അത് ഇപ്പം നമ്മൾ ഡോളോമേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചാല് പോലെ എടുത്തിട്ടില്ലേ, അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു 2 കിലോ എന്നുള്ള രീതിക്ക്. ഇത് 4 കിലോ ആയിരുന്നു. അപ്പം നമ്മളിത് അതിൻ്റെ പകുതി 2 കിലോ എന്നുള്ള രീതിയിൽ ഇതിന് ഇത് ഇട്ട് കൊടുത്തു. കണ്ടോ, ഇതിൻ്റെ പകുതി നമ്മൾ ചുറ്റും ഇട്ട് കൊടുത്തു. ഇനി ഇത് കയ്യോടെ തന്നെ നമ്മൾ എപ്സം സോൾട്ടും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അത്ര പ്രായമാവാത്തത് കൊണ്ട്, അതായത് നമ്മൾ നട്ടിട്ട് 3 മാസം മുതൽ 12 മാസം വരെയുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും നമ്മൾ 2 ടീസ്പൂണ് എപ്സം സാൾട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതേ നമ്മൾ എപ്സം സാൾട്ട് ആദ്യം 1 സ്പൂൺ ഇട്ട് കൊടുത്തു. വീണ്ടും 2 സ്പൂൺ എടുത്ത് നമ്മളതിന് ചുറ്റും ഇട്ട് കൊടുത്തു. കണ്ടല്ലോ അല്ലേ, ഇതിന് 2 സ്പൂൺ മതി. ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വെക്കാം. ഒരു 3 മാസത്തിന് ശേഷം ഇതിന് നന്നായിട്ട് അങ്ങ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രേ ചെയ്യണ സമയത്ത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എന്നുള്ള രീതിയിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് മണ്ണിലിട്ട് കൊടുക്കുന്ന ബോറോണാണ്. ഈ ബോറോണ് വളരെ കുറവ് അളവ് മതി. ഇത്ര ഒരു 1/4 ടീസ്പൂണ് അത്ര മാത്രമാണ് നമുക്ക് ഈ 12 മാസം വരെ പ്രായമായിട്ടുള്ളതിന് ഇട്ട് കൊടുക്കുക. അതായത് 3 മാസം മുതൽ 12 മാസം വരെ പ്രായമായ ഫ്രൂട്ട് പ്ലാന്റ്സിന് 1/4 ടീസ്പൂണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് എല്ലാവിടെയും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി 1 വർഷം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് കൊടുക്കാം. ഇതിലും ബാക്കി കുറേയുണ്ട്. നമ്മളിത് നിങ്ങൾക്ക് ഇത്ര അധികം തരുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എടുത്തു വെച്ചിട്ട് പിന്നീട് ഒരു 3 മാസം കഴിയണ സമയത്ത് എന്തെങ്കിലും ഉണങ്ങി പൊടിഞ്ഞ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ എപ്സം സോൾട്ട് ആണെങ്കിലും ബോറോൺ ആണെങ്കിലും വളമാണെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ വളപ്രയോഗം നടത്തുക. ഇനി ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഈ മണ്ണ് വെട്ടിയിടണം. നമ്മളിപ്പോൾ മണ്ണ് ഇങ്ങോട്ട് ആക്കി ഇട്ടിട്ടുണ്ടല്ലോ, ആ മണ്ണ് ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഇങ്ങനെ, ഇതിപ്പോൾ മേലെ ആക്കിയ കാരണം നമുക്ക് ഈസി ആയിട്ട് കൈകൊണ്ട് തന്നെ ആക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മേലെ മണ്ണിട്ട് മൂടി നമ്മൾ നന്നായിട്ട് അങ്ങ് നനച്ച് കൊടുക്കുക. ഇത് ഒലിച്ചു പോവരുത്. ഒലിച്ചു പോവാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങ് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 മാസത്തിനുള്ളിൽ ഇത് പൂത്ത് കായ്ക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിൽ സ്പ്രേ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അത് അതിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് സ്പ്രേ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇപ്പം ഇട്ടല്ലേയുള്ളൂ, ഇപ്പം തന്നെ നമുക്കത് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. 1 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിന് സ്പ്രേ ചെയ്യാനുള്ളത്. പിന്നീട് 1 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് പൂക്കാനും കായ്ക്കാനുള്ള സ്പ്രേ ഉണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ പൂത്ത് കായ്ക്കും. അപ്പോൾ നമ്മുടെ വളം എന്താണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും മനസ്സിലായല്ലോ അല്ലേ.
അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.